Good morning, all. Now we are discussing about Compton Effect, and the Compton shift delta lambda is equal to lambda c into 1 minus cos phi. Okay. Now we need to know the angle of recoil. Angle of recoil എന്ന് വെച്ചാൽ എന്താ? അതായത് നമുക്കിവിടെ ഫോട്ടോൺ ഫൈ എന്ന് പറയുന്ന ആംഗിൾ സ്കാറ്റർ ചെയ്യുന്നത് അതുപോലെ തന്നെ ആരും സ്കാറ്റർ ചെയ്യുന്നുണ്ട്, ഇലക്ട്രോണും സ്കാറ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രോൺ തീറ്റ എന്ന് പറയുന്ന ആംഗിളാണ് സ്കാറ്റർ ചെയ്ത് പോകുന്നത്. ആ ആംഗിളിനെയാണ് തീറ്റയ്ക്കാണ് നമ്മൾ ആംഗിൾ ഓഫ് റീകോയിൽ എന്ന് പറയുക. ആ ഇലക്ട്രോൺ എത്ര ആംഗിളിലാണ് സ്കാറ്റർ ചെയ്ത് പോകുന്നത് അത് നമുക്കൊന്ന് കണ്ടുപിടിക്കണം. അത് വളരെ എളുപ്പമാണ്. നമ്മുടെ കയ്യിൽ ഉള്ള രണ്ട് മൊമെൻറ്റം കൺസർവേഷൻ വെച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. പി സി സൈൻ തീറ്റ ഈക്വൽ ടു എച്ച് ന്യൂ പ്രൈം സൈൻ ഫൈ ആൻഡ് പി സി കോസ് തീറ്റ ഈക്വൽ ടു എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ പ്രൈം കോസ് ഫൈ. ഈ ഫൈ എന്ന് പറഞ്ഞാൽ എന്താ? ഫോട്ടോൺ സ്കാറ്റർ ചെയ്യുന്ന ആംഗിളാണ്. തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോൺ റീകോയിൽ ചെയ്യുന്ന ആംഗിളാണ്. സോ ഇഫ് ഐ ആം ഡിവൈഡിങ് ദീസ് ടു ഇക്വേഷൻസ് we will get pc sin theta by pc cos theta in the left hand side, that is sin theta by cos theta, that is tan theta in the left hand side. In the right hand side h nu prime sin phi divided by h nu minus h nu prime cos phi അല്ലേ. അപ്പോൾ അതിൽ കോമൺ ആയിട്ടുള്ളതാണ് എച്ച് എന്ന് പറയുന്നത്. അപ്പോൾ എച്ച് ഞാൻ ഒഴിവാക്കി, ന്യൂ പ്രൈമിനെ ഞാൻ കോമൺ ആയിട്ട് എല്ലായിടത്തു നിന്നും ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ന്യൂമറേറ്ററിൽ സൈൻ ഫൈ മാത്രമാവും, ഡിനോമിനേറ്ററിൽ എന്താവും? ന്യൂ മൈനസ് ന്യൂ പ്രൈം മൈനസ് കോസ് ഫൈ. അതിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് റീകോയിൽ എന്ന് നമ്മൾ പറയുന്നത്. നമുക്ക് എക്സ്പെരിമെൻ്റലി ഇതെങ്ങനെയാണ് നടക്കുക, ഇതിൻ്റെ ഈ കോംപ്റ്റൺ ഇഫക്റ്റ് നമുക്കൊന്ന് എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് അതിൽ നടക്കുന്നതെന്നുള്ളത്. അതായത് അതിൽ ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു എക്സ്റേ സ്പെക്ട്രോമീറ്റർ എന്ന് പറയാം. ഒരു സ്പെക്ട്രോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണെന്നൊന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോകാം. സ്പെക്ട്രോമീറ്റർ എന്ന് വെച്ചാൽ എന്താ? സ്പെക്ട്രം എന്ന് വെച്ചാൽ എന്താ? അല്ലെങ്കിൽ നമുക്ക് വരുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ അതിൻ്റെ ഫ്രീക്വൻസിക്കോ വേവ് ലെങ്ത്തിനോ അനുസരിച്ച് അറേഞ്ച് ചെയ്ത് കിട്ടുന്നതിനാണ് നമ്മൾ സ്പെക്ട്രം എന്ന് പറയുക. അപ്പോൾ സ്പെക്ട്രോമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്പെക്ട്രം കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റിനെയാണ് നമ്മൾ സ്പെക്ട്രോമീറ്റർ എന്ന് പറയുക. ഇസ്ന്റ് ഇറ്റ്? ദിസ് സ്പെക്ട്രോമീറ്ററിന് ആവശ്യമുള്ള 3-4 സാധനങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ദർ മസ്റ്റ് ബി എ സോഴ്സ് മസ്റ്റ് ബി ദർ. ഒരു സോഴ്സ് വേണം. സോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം നമുക്ക് കാണാൻ പറ്റുള്ളൂ. പിന്നെ ഒരെണ്ണം കൂടി വേണം. അതായത് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് സാധാരണ നമ്മുടെ ഒപ്റ്റിക്സ് ലാബിൽ നമ്മൾ എടുക്കുന്ന സ്പെക്ട്രോമീറ്റർ എടുക്കാം. ഈ സ്പെക്ട്രോമീറ്ററിലെ സോഴ്സ് എന്ന് വെച്ചാൽ എന്താ? നിങ്ങൾ അതിനുപയോഗിക്കാറുള്ള 2 സോഴ്സ് ഉപയോഗിക്കാറുണ്ട്. ഒന്ന് മോണോക്രോമാറ്റിക് സോഴ്സ് ആയിട്ടുള്ള എന്താണ്? സോഡിയം വേപ്പർ ലാമ്പ്. അതല്ലാന്നുണ്ടെങ്കിൽ മെർക്കുറി വേപ്പർ ലാമ്പ്. സോ ദാറ്റ് ഇസ് എ സോഴ്സ്. പിന്നെ രണ്ടാമത് നിങ്ങൾക്ക് എന്താ വേണ്ടത്? കോളിമാറ്റർ വേണം. കോളിമാറ്റർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താണെന്നറിയാം? ആ സ്പെക്ട്രോമീറ്റർ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ സ്പെക്ട്രോമീറ്ററിൻ്റെ ഫ്രണ്ടിലേക്കുള്ള ആ കലിയു പോയിരിക്കുന്ന സാധനത്തിനാണ് കോളിമാറ്റർ എന്ന് പറയുക. ആ കോളിമാറ്ററിൽ കൂടിയായിരിക്കും എന്ത് ചെയ്യുക? നമ്മുടെ ലൈറ്റിൻ്റെ ചെറിയൊരു റേ കടന്നു വരിക. പിന്നെ വേറെ ഒരെണ്ണം നമുക്ക് എന്താ വേണ്ടത്? ഒരു പ്രിസം ടേബിൾ, അല്ലെങ്കിൽ സ്പെക്ട്രം വയ്ക്കാനാണെങ്കിൽ പ്രിസം എങ്കിൽ പ്രിസം ടേബിൾ, അതല്ലെങ്കിൽ ഗ്രൈറ്റിംഗ് വയ്ക്കാനാണെങ്കിൽ ഗ്രൈറ്റിംഗ് ടേബിൾ. ആ ഗ്രൈറ്റിംഗ് ടേബിൾ എന്തിനാണ്? നമുക്ക് വരുന്ന ആ ലൈറ്റ് ഇതിൽ തട്ടുമ്പോൾ ഇതിനൊരു ഡീവിയേഷൻ ഉണ്ടാവും. അതിനനുസരിച്ച് നമുക്ക് ആ പ്രിസത്തെയോ ഗ്രേറ്റിങ്ങിനെയോ തിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രേറ്റിംഗ് ടേബിൾ ഉപയോഗിക്കുന്നത്. ഇസ്ന്റ് ഇറ്റ്? പിന്നെ നമുക്കൊരു സാധനം കൂടി വേണം. എന്താ വേണ്ടത്? ടെലസ്കോപ്പ് വേണം. ഈ ടെലസ്കോപ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമുക്ക് ഈ സാധനം കാണാൻ വേണ്ടി. പിന്നെ നമുക്കൊരു ഡിറ്റക്ടർ വേണം. നമ്മുടെ സ്പെക്ട്രോമീറ്ററിൻ്റെ കേസിൽ ഡിറ്റക്ടർ എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ കണ്ണ് തന്നെയാണ് നമ്മുടെ ഡിറ്റക്ടർ. ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് എക്സ്റേ സ്പെക്ട്രോമീറ്ററാണ്. എക്സ്റേ സ്പെക്ട്രോമീറ്റർ എന്ന് വെച്ചാൽ ഇവിടെ നമുക്കറിയാം, ഇൻ ദിസ് കേസ് ഓഫ് കോംപ്റ്റൺ എഫക്റ്റ്, എക്സ്റേസ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ പോലെ സ്കാറ്റർ ചെയ്ത് പോകുന്നത്. അപ്പോൾ എക്സ്റേ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു സോഴ്സ് വേണം. സോ ദ സോഴ്സ് ഓഫ് മോണോക്രോമാറ്റിക് എക്സ്റേസ്, ദാറ്റ് ഈസ് ദ സോഴ്സ് ഹിയർ, ആൻഡ് എ കോളിമാറ്റർ ഈസ് ദർ. പിന്നെ എന്താ ഉള്ളത്? നമ്മൾ നടുവിൽ വെച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് എന്താണ്? ആ സാമ്പിളാണ്. ഒരു സാമ്പിൾ ഹോൾഡർ വേണം. സാമ്പിൾ തിരിക്കാൻ പറ്റുന്നൊരു സാധനം വേണം. പിന്നെ ആ സാമ്പിളിൽ നിന്ന് കടന്നു പോയി കഴിഞ്ഞാൽ എക്സ്റേ എന്ത് ചെയ്യുന്നു? സ്കാറ്റർ ചെയ്യുന്നു. ആ സ്കാറ്റേഡ് എക്സ്റേ. പിന്നെ ആ സ്കാറ്റേഡ് എക്സ്റേയെ നമുക്ക് കാണുവാൻ വേണ്ടി ഒരു ഡിറ്റക്ടർ അവിടെ വേണം. അവിടെ നമ്മുടെ കണ്ണൊന്നും കൊണ്ട് വയ്ക്കാൻ പറ്റില്ല. നമ്മൾ നോക്കാൻ നിന്ന് കഴിഞ്ഞാൽ എക്സ്റേ ഒന്നാമത് നമുക്ക് നമ്മുടെ കണ്ണിന് എക്സ്റേ സെൻസ് ചെയ്യാൻ പറ്റില്ല, മാത്രമല്ല കണ്ണടിച്ച് പോവുകയും ചെയ്യും. സോ വി ആർ യൂസിങ് എ എക്സ്റേ ഡിറ്റക്ടർ. എക്സ്റേക്കുള്ള എന്തെങ്കിലും ഒരു ഡിറ്റക്ടറാണ് ഉപയോഗിക്കുന്നത്. അതവിടെ ഇരിക്കട്ടെ. നമുക്ക് വേണമെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫിക് ഫിലിം പ്ലേറ്റ് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഒരു ഫോട്ടോഗ്രാഫിക് ഫിലിം പ്ലേറ്റ് തന്നെ വേണമെങ്കിൽ നമുക്ക് എക്സ്റേ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതിനാണ് അവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ നേരെ വന്നിരിക്കുന്ന അൺസ്കാറ്റേഡ് എക്സ്റേസ് ആണ്. അതായത് വരുന്നതിൽ എല്ലാ റേയൊന്നും ഈ കോംപ്റ്റൺ സ്കാറ്റർ ചെയ്ത് നടത്തുന്നു പോകുന്നില്ല. കുറച്ച് റേക്ക് മാത്രമേ ഈ കോംപ്റ്റൺ സ്കാറ്ററിങ് നടക്കുകയുള്ളൂ. പിന്നെ ആ സ്കാറ്റേഡ് എക്സ്റേ, ആ എക്സ്റേ ഫോട്ടോമീറ്ററിൻ്റെ ഡിറ്റക്ടറിനെ നമുക്ക് എന്ത് ചെയ്യാം? ആ ആംഗിളിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. ഫൈ എന്ന് പറയുന്ന ആംഗിൾ 0 മുതൽ നമുക്ക് എത്ര വേണമെങ്കിലും റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കത് റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ്ലി
നമ്മൾ വെച്ചിരിക്കുന്ന ഫൈ എന്ന് പറയുന്നത് 0 ഡിഗ്രി ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഫൈ ഈക്വൽ ടു 0 ഡിഗ്രി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പ്രൈമറി ബീം മാത്രമേ, അതായത് അൺസ്കാറ്റേർഡ് ബീം മാത്രമേ കാണുള്ളൂ. പിന്നെ ഫൈ കുറച്ച് കൂട്ടി, അപ്പോൾ ഫൈ എന്ന് പറയുന്നത് എന്തായി 45 ഡിഗ്രി ആയി. അപ്പോൾ 45 ഡിഗ്രി ആകുമ്പോൾ നമുക്ക് എന്തിട്ട് 2 പീക്ക് കിട്ടി. എന്താ 2 പീക്ക് കിട്ടാൻ കാരണം എന്താ? അവിടെ എന്തുണ്ട്? സ്കാറ്റേർഡ് ലാംഡ പ്രൈം എന്ന് പറയുന്ന ഒരു വേവ് ലെങ്ത് ഉള്ള ഒരു സ്കാറ്റേർഡ് എക്സ്റേ നമുക്ക് കിട്ടി. പിന്നെ ഞാൻ എന്ത് ചെയ്തു? ഫൈ എന്ന് പറയുന്നത് കുറച്ചും കൂടി കൂട്ടി 90 ഡിഗ്രി ആക്കി. അപ്പോൾ ഫൈ 90 ഡിഗ്രി ആയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ലാംഡ പ്രൈം എന്ന് പറയുന്ന മറ്റൊരു വേവിനെ കൂടി, ഒരു സ്കാറ്റേർഡ് എക്സ്റേ കൂടി നമുക്ക് കിട്ടി. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ഫൈ എന്ന് പറയുന്നത് വീണ്ടും കൂട്ടി 135 ഡിഗ്രി ആക്കി. അപ്പോൾ ഫൈ എന്ന് പറയുന്ന 135 ഡിഗ്രി ആക്കിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? മറ്റൊരു ലാംഡ പ്രൈം എന്ന് പറയുന്ന മറ്റൊരു വേവ് ലെങ്ത് ഉള്ള ഒരു എക്സ്റേയും കൂടി കിട്ടി. അപ്പോൾ ഇതിൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും. ഈ ലാംഡ സീറോയും ലാംഡ പ്രൈമും തമ്മിലുള്ള വ്യത്യാസം ആംഗിൾ ഫൈ കൂടുന്നതിനനുസരിച്ച് കൂടുന്നു എന്ന് നമുക്ക് കാണാം, അല്ലേ? നമുക്കറിയാം ഡെൽറ്റ ലാംഡ എന്ന് വെച്ചാൽ എന്താ? വാട്ട് ഈസ് ഡെൽറ്റ ലാംഡ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് കോസ് ഫൈ ആണ്, ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ ഫൈ എന്ന് പറയുന്നത് എന്താകുമ്പോൾ 0 ഡിഗ്രി ആകുമ്പോൾ ഡെൽറ്റ ലാംഡ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫൈ 0 ആകുമ്പോൾ നമുക്ക് എന്ത് പറയാം? കോസ് ഫൈ എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. അപ്പോൾ ഡെൽറ്റ ലാംഡ എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്, ഇസ്ന്റ് ഇറ്റ്? നമുക്കവിടെ ഫൈ 0 ഡിഗ്രി നിർത്തപ്പോൾ നമുക്ക് എന്തില്ല? സ്കാറ്റേർഡ് എക്സ്റേ ഒന്നും ഇല്ല, ഇസ്ന്റ് ഇറ്റ്? യാ, അല്ലെങ്കിൽ ഡെൽറ്റ ലാംഡ എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. ഇനി നമ്മൾ ഫൈ എന്ന് പറയുന്ന കുറച്ച് കൂട്ടിയെന്ന് വിചാരിക്കുക. ഫൈ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആക്കുമ്പോൾ എന്തായിരിക്കും നമുക്ക് കിട്ടുക? ഫൈ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആകുമ്പോൾ നമുക്കറിയാം കോസ് ഫൈ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഡെൽറ്റ ലാംഡ എന്ന് പറയുമ്പോൾ ലാംഡ സി ഇൻറ്റു 1 മൈനസ് 0 ആണ്. അതായത് എന്താ? ലാംഡ സി ആണ്, ഇസ്ന്റ് ഇറ്റ്? അതായത് ആംഗിൾ കൂട്ടിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡെൽറ്റ ലാംഡ കുറച്ച് കൂടി. അപ്പം ആംഗിൾ പിന്നെയും കൂട്ടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? പിന്നെയും ഡെൽറ്റ ലാംഡ കൂടും. അതായത് ഡെൽറ്റ ലാംഡ എപ്പോൾ വരെ കൂടും? നമുക്കിവിടെ എടുത്ത് നോക്കിയാൽ അറിയാം. ഡെൽറ്റ ലാംഡയ്ക്ക് ഉണ്ടാകാൻ പറ്റുന്ന ഏറ്റവും ചെറിയ വാല്യൂ എന്ന് വെച്ചാൽ 0 ആണ്. അതെപ്പോഴാണ്? ഫൈ എന്ന് പറയുന്നത് 0 ഡിഗ്രി ആകുമ്പോഴാണ്. മാക്സിമം വാല്യൂ എപ്പോഴാണ്? ഫൈക്ക് 180 ഡിഗ്രി ആകുമ്പോൾ. ഫൈ 180 ഡിഗ്രി ആകുമ്പോൾ എത്രയാണ് നമുക്ക് കിട്ടുക? കോസ് ഫൈ എന്ന് വെച്ചാൽ -1 ആണ്. അതായത് 1 മൈനസ് -1 എന്ന് വെച്ചാൽ 2 ആണ്. അതായത് ഡെൽറ്റ ലാംഡ എന്ന് പറയുന്നത് 2 ഇൻറ്റു ലാംഡ സി ആണ്. അപ്പോൾ ഇവിടെ ഈ പറയുന്ന ഡെൽറ്റ ലാംഡയുടെ വാല്യൂ എവിടെ മുതൽ എവിടെ വരെ മാറാം? 0 മുതൽ 2 ലാംഡ സി വരെ മാറാം. അതായത് ആംഗിൾ 0 ഡിഗ്രി ആണെങ്കിൽ ഡെൽറ്റ ലാംഡ 0 ആണ്. പിന്നെ ആംഗിൾ കൂടുന്നതിനനുസരിച്ച് ഡെൽറ്റ ലാംഡ കൂടി വരുന്നു. അങ്ങനെ ആംഗിൾ 90 ഡിഗ്രി ആയാൽ ഡെൽറ്റ ലാംഡ എന്താകുന്നു? ലാംഡ സി ആകുന്നു. പിന്നെയും ആംഗിൾ കൂടുന്നു, പിന്നെയും എന്ത് ചെയ്യുന്നു? ഡെൽറ്റ ലാംഡ കൂടുന്നു. അങ്ങനെ ആംഗിൾ 180 ഡിഗ്രി ആയാൽ വാട്ട് വിൽ ബി ഡെൽറ്റ ലാംഡ? ദാറ്റ് വിൽ ബി 2 ലാംഡ സി, ഇസ്ന്റ് ഇറ്റ്? സോ വി ക്യാൻ കം ടു ദാറ്റ് ഗ്രാഫ്. ഇഫ് ഫൈ ഈക്വൽ ടു 0 ഡിഗ്രി, ഡെൽറ്റ ലാംഡ എന്ന് പറയുന്നത് 0 ആണ്, കാരണം ലാംഡ പ്രൈം അവിടെ കാണുന്നില്ല. ആൻഡ് ഫൈ കുറച്ച് കൂട്ടി 45 ഡിഗ്രി ആക്കിയപ്പോൾ ഡെൽറ്റ ലാംഡ കുറച്ച് കൂടി. പിന്നെയും 90 ഡിഗ്രി ആക്കി കൂട്ടിയപ്പോൾ പിന്നെയും ഡെൽറ്റ ലാംഡ കൂടി. 135 ഡിഗ്രി ആക്കിയപ്പോൾ പിന്നെയും ഡെൽറ്റ ലാംഡ കൂടി. അങ്ങനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമുക്ക് എന്താ ഇവിടെ നമ്മൾ ചെയ്തത്? നമ്മളിതിനെ എക്സ്പെരിമെൻ്റലി ഇതെന്താണ് ഈ കോംപ്റ്റൺ സ്കാറ്ററിങ് എന്താണെന്ന് നമ്മൾ നോക്കുകയാണ് ചെയ്തത്. ഇതിൽ ഫസ്റ്റ് ക്ലാസ്സിൽ പറയേണ്ടതായിരുന്നു, അത് ഞാൻ പറയാൻ വിട്ടുപോയി, സോറി ഫോർ ദാറ്റ്. ഈ കോംപ്റ്റൺ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വലി ഇറ്റ് ഈസ് ദ ഇനിലാസ്റ്റിക് സ്കാറ്ററിങ് ഓഫ് എക്സ്റേസ് നമുക്ക് വേണമെങ്കിൽ പറഞ്ഞൂടെ? എന്തുകൊണ്ടാണ് ഇനിലാസ്റ്റിക് സ്കാറ്ററിങ് എന്ന് പറയുന്നത്? അതായത് ഇൻസിഡൻറ്റ് എക്സ്റേക്കും സ്കാറ്റേർഡ് എക്സ്റേക്കും എന്തല്ല? ഒരേ വേവ് ലെങ്ത് അല്ല. അതുകൊണ്ടാണ് നമുക്ക് ഇനിലാസ്റ്റിക് സ്കാറ്ററിങ് എന്ന് പറയുക. ഇനിലാസ്റ്റിക് സ്കാറ്ററിങ് എന്താണ് എന്ന് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ഇനിലാസ്റ്റിക് സ്കാറ്ററിങ് എന്ന് പറഞ്ഞാൽ അവിടെ മാറ്ററും റേഡിയേഷനും തമ്മിൽ ഒരു എനർജി എക്സ്ചേഞ്ച് നടക്കുന്നു. ഇൻസിഡൻറ്റ് റേഡിയേഷനും സ്കാറ്റേർഡ് റേഡിയേഷനും ഒരേ എനർജി അല്ല ആകുന്നത്. ദാറ്റ് ഈസ് നെയിംഡ് as the inelastic scattering. And we discussed about elastic scattering also. What is that? In that case, incident radiation and scattered radiation have the same energy and the same wavelength. That means there is not happening any energy exchange. അത് തമ്മിൽ വലിയ എനർജി എക്സ്ചേഞ്ച് ഒന്നും നടക്കുന്നില്ല. ജസ്റ്റ് എന്ത് ചെയ്യുന്നു? അതിൻ്റെ പാത്തിനൊരു ഡീവിയേഷൻ ഉണ്ടാകുന്നു മാത്രമേ ഉള്ളൂ, isn't it? അപ്പോൾ ലൈറ്റിനും ഇങ്ങനെയുള്ള ഇലാസ്റ്റിക് സ്കാറ്ററിങ്ങും എന്തുകൊണ്ട്? ഇൻലാസ്റ്റിക് സ്കാറ്ററിങ്ങും ഉണ്ട്, isn't it? അപ്പോൾ ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് എന്ന് പറഞ്ഞാൽ വരുന്ന ലൈറ്റിനും പോകുന്ന ലൈറ്റിനും ഒരുപോലെ വേവ് ലെങ്ത് ഉള്ള അല്ലെങ്കിൽ ഒരുപോലെ എനർജി ഉള്ള സ്കാറ്ററിങ്ങിനാണ് നമ്മൾ ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് എന്ന് പറയുക. അതിന് തന്നെയാണ് നമ്മൾ ലൈറ്റിൻ്റെ കേസിൽ റാലെ സ്കാറ്ററിംഗ് എന്ന് നമ്മൾ പറയാറ്. സിമിലർലി another type of scattering is there for light. ഈ ലൈറ്റിൻ്റെ കേസിലും ഉണ്ട്.
എന്താ, വരുന്ന ലൈറ്റിനും സ്കാറ്റർ ചെയ്തു പോകുന്ന ലൈറ്റിനും ഡിഫറെൻറ്റ് ഫ്രീക്വൻസി ആവുക. ഒന്നെങ്കിൽ ഫ്രീക്വൻസി കൂടാം, അല്ലെങ്കിൽ ഫ്രീക്വൻസി കുറയാം. ഫ്രീക്വൻസി കൂടുകയും ചെയ്യാം, കുറയുകയും ചെയ്യാം. അങ്ങനെ ഉള്ള സ്കാറ്ററിങ് നടക്കാറുണ്ട്. ആ സ്കാറ്ററിങ്ങിനാണ് നമ്മൾ രാമൻ സ്കാറ്ററിങ് എന്ന് പറയുക. കാരണം ഇതിനെപ്പറ്റി വൃത്തിയായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തത് നമ്മുടെ സയൻറ്റിസ്റ്റായ ഫിസിക്സിന് ഭാരതത്തിൽ നിന്ന് അല്ലെങ്കിൽ ഏഷ്യയിൽ നിന്ന് തന്നെ ഫസ്റ്റ് നോബൽ പ്രൈസ് വിന്നറായ നമ്മുടെ CV രാമനാണ് ഇതിനെപ്പറ്റി കാര്യമായിട്ട് എക്സ്പ്ലനേഷനൊക്കെ നടത്തിയത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ രാമൻ സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ രാമൻ സ്കാറ്ററിങ്ങിൽ 2 തരം സ്കാറ്റേർഡ് ലൈൻ ഉണ്ടാവുമെന്ന് മനസ്സിലായി. ഫോർ വൺ ദ ഫ്രീക്വൻസി വിൽ ബി ലെസ് ദാൻ ദാറ്റ് ഓഫ് ദ ഇൻസിഡൻറ്റ് റേ, ആൻഡ് ഫോർ അനദർ വൺ ദ ഫ്രീക്വൻസി വിൽ ബി ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദ ഇൻസിഡൻറ്റ് റേ, ആൻഡ് ദ ഫസ്റ്റ് വൺ ഈസ് നെയിംഡ് as സ്റ്റോക്സ് ലൈൻ ആൻഡ് അല്ലെങ്കിൽ സ്റ്റോക്സ് റേ, ആൻഡ് ദ അനദർ വൺ ഈസ് നെയിംഡ് as ആൻറ്റി സ്റ്റോക്സ് റേ, ആൻഡ് യു വിൽ സ്റ്റഡി അബൌട്ട് ഡീറ്റെയിൽ ഇൻ 6th സെമസ്റ്റർ. സ്പെക്ട്രോസ്കോപ്പിൽ നിങ്ങൾ ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താ ഞാൻ പറയാൻ വന്നതൊന്നുമല്ല. ഇൻ ദ കേസ് ഓഫ് രാമൻ സ്കാറ്ററിംഗ് വി നോ ഇറ്റ്സ് എൻ ഇലാസ്റ്റിക് സ്കാറ്ററിംഗ്, ആൻഡ് കോംപ്റ്റൺ എഫക്റ്റ് ഈസ് ആൾസോ എൻ ഇലാസ്റ്റിക് സ്കാറ്ററിംഗ്. അല്ലേ, ഇത് ഒന്ന് സംഭവിക്കുന്നത് ലൈറ്റ് റേക്കാണ്, മറ്റൊന്ന് സംഭവിക്കുന്നത് എക്സ്റേക്കാണെന്നുള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. സോ ദിസ് കോംപ്റ്റൺ ഇഫക്റ്റ് ഈസ് ആൾസോ നോൺ ആസ് ദ ഒപ്റ്റിക്കൽ അനലോഗ് ഓഫ് രാമൻ ഇഫക്റ്റ്. സോറി, ദ രാമൻ ഇഫക്റ്റ് ഈസ് നോൺ ആസ് ദ ഒപ്റ്റിക്കൽ അനലോഗ് ഓഫ് കോംപ്റ്റൺ ഇഫക്റ്റ്. പറഞ്ഞത് മാറിപ്പോയി. കോംപ്റ്റൺ ഇഫക്റ്റിൻ്റെ ഒപ്റ്റിക്കൽ അനലോഗാണ് എന്തെന്ന് പറയാറുണ്ട്, രാമൻ ഇഫക്റ്റ് എന്ന് പറയാറുണ്ട്. ഓക്കെ, സോ ദ ഒപ്റ്റിക്കൽ അനലോഗ് ഓഫ് ദിസ് കോംപ്റ്റൺ ഇഫക്റ്റ് ഈസ് രാമൻ ഇഫക്റ്റ്. ഓക്കെ, സോ ദാറ്റ് അബൌട്ട് ദിസ് കോംപ്റ്റൺ ഇഫക്റ്റ്. അപ്പോൾ നിങ്ങൾ ഈ കോംപ്റ്റൺ ഇഫക്റ്റ് ഇപ്പോൾ 3 സെഷനായിട്ടാണ് എടുത്തിരിക്കുന്നത്. അതായത് ഒരു 15 മിനിറ്റിൻ്റെ ഉള്ളിലുള്ള 10 മുതൽ 15 മിനിറ്റുള്ള ചെറിയ ചെറിയ സെഷനായിട്ട് എടുത്തു എന്നുള്ളൂ. അപ്പോൾ അത് മുഴുവൻ ഒക്കെ വായിച്ചു നോക്കുക, മുഴുവൻ കേൾക്കുക, എന്നിട്ട് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക. യു സ്റ്റഡി ഇറ്റ് വെൽ. ഓക്കെ, ഈ കോംപ്റ്റൺ ഇഫക്റ്റ് എന്ന് പറയുന്നത് സാധാരണ നിങ്ങളുടെ മിക്കവാറും അതായത് ആകെ 10 പരീക്ഷ നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ 5 പരീക്ഷകളിലും ചോദിക്കാറുള്ള ഒരു എസ്സേ ക്വസ്റ്റ്യനാണ് കോംപ്റ്റൺ ഇഫക്റ്റ്, കോംപ്റ്റൺ സ്കാറ്ററിങ് എന്താണെന്ന്. അപ്പോൾ പിന്നെ അതിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലമായിട്ടോ കോംപ്റ്റൺ സ്കാറ്ററിങ്ങിനെ പറ്റി ചോദിക്കാത്ത ഒറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറും സാധാരണ 5th സെമസ്റ്റർ ക്വാണ്ടം മെക്കാനിക്സിൽ ഉണ്ടാകാറില്ല. സോ സ്റ്റഡി ഇറ്റ് വെൽ. Okay, thank you for listening.